സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സെക്കൻഡ് മൊഡ്യൂളിലെ ഷിയർ ഫോഴ്സിനെ കുറിച്ചും ബെൻഡിങ് മൊമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ കാൻലിവർ ബീമിനകത്ത് പോയിൻ്റ് ലോഡ് വരുന്ന കേസും അതുപോലെ കാൻലിവർ ബീമിനകത്ത് UDL വരുന്ന കേസും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ UDLൻ്റെയും അതുപോലെ പോയിൻ്റ് ലോഡിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന കാൻലിവർ ബീമിൽ വരുന്ന ലോഡുകളെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഇനിയും ഒരു പ്രോബ്ലം തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്ഥിരമായിട്ട് 7 മാർക്കിനൊക്കെ പ്രോബ്ലംസ് തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് എക്സ്പേർട്ടായി മാറുകയും നമുക്ക് മാക്സിമം അവിടെ നിന്നൊരു സ്കോർ ഗെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാൻലിവർ ബീമിൽ വരുന്ന UDLൻ്റെയും അതുപോലെ തന്നെ പോയിൻ്റ് ലോഡ്സിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന പ്രോബ്ലംസാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ വരയ്ക്കാം. അതായത് കാൻലിവർ ബീം വരുന്നുണ്ട്, നമ്മുടെ ഫിക്സഡ് എൻഡാണ്. ഓക്കെ, അതുപോലെ അവിടെ UDL വരുന്നുണ്ട്, UDLും അതുപോലെ പോയിൻ്റ് ലോഡ്സും വരുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. ഇവിടെ ഒരു 1 kN പോയിൻ്റ് ലോഡാണ്. പിന്നെ ഈ ഒരു പോയിൻ്റ് തൊട്ട് ഈ ഒരു പോയിൻ്റ് വരെ UDL ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും വരുന്ന UDLാണ്. ഇനി അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ആദ്യം പേരുകൾ കൊടുക്കാം. നമ്മുടെ ഫിക്സഡ് എൻഡ്, ഇവിടെ നമുക്ക് B എന്നുള്ള പേര് കൊടുക്കാം. പിന്നെ ഫ്രീ എൻഡ് നമുക്ക് A എന്നുള്ള പേര് കൊടുക്കാം. ആ ഫ്രീ എൻഡിലും ഒരു ലോഡ് വരുന്നുണ്ട്, അതും 1 kN ആണ്. പിന്നെ ഈ ഒരു പോയിൻ്റ് Cയും ഇത് Dയും ഇത് Eയും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ ലോഡുകൾ ആക്ട് ചെയ്യുന്ന പോയിൻറ്റ്സിന് നമ്മൾ നെയിം ചെയ്തു. അതുപോലെ ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സ്പാന് വരുന്ന ഇത് 1 മീറ്റർ, ഇതിനിടയ്ക്ക് UDL വരുന്ന 2 മീറ്ററിൽ Eക്കും Dക്കും ഇടയ്ക്ക് 1 മീറ്റർ, ഇവിടെയും 1 മീറ്റർ. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കാൻലിവർ ബീമിൽ UDLും വരുന്നുണ്ട്, പോയിൻ്റ് ലോഡുകളും വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് വരയ്ക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം? ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഷിയർ ഫോഴ്സുകൾ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡ് നമ്മൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യാം? ഒരു സെക്ഷൻ വരച്ചിട്ട് റൈറ്റിലെ ഡൗൺവേർഡ് ഫോഴ്സുകളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടും അപ്വാർഡ് ഫോഴ്സ് നമ്മൾ സാധാരണ നെഗറ്റീവായിട്ടാണ് എടുക്കുക. നമ്മൾ അതിന് സൈൻ കൺവെൻഷനെ കുറിച്ചൊക്കെ ഇതിന് തുടക്കത്തിലുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷിയർ ഫോഴ്സ് അറ്റ് പോയിൻ്റ് A നോക്കാം. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് പോയിൻ്റ് A ആണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സെക്ഷൻ ലൈൻ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം എന്താണ് അവിടെ 1 kN എന്ന് പറയുന്ന ഒരു ലോഡ് ഒരു സെക്ഷനപ്പുറം പോയിൻ്റ് Aയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഡൗൺവേർഡ് ഫോഴ്സ് ആണ് കാരണം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഷിയർ ഫോഴ്സ് അറ്റ് A എന്ന് പറഞ്ഞാൽ 1 kN ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അത് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് C അല്ലേ, C എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ് ഷിയർ ഫോഴ്സ് അറ്റ് C. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് C നോക്കുക. നമ്മളിവിടെ സെക്ഷൻ വരച്ചാൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുള്ള ഒരു 1 kN എന്ന് പറയുന്ന ഡൗൺവേർഡ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡൗൺവേർഡ് ലോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടാണ് പിന്നെ UDL സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് പറയുന്നത് അതും 1 kN തന്നെ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് D കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ UDL നമുക്ക് നേരത്തെ പറയാൻ വിട്ടു. UDL ആക്ട് ചെയ്യുന്ന ലോഡ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് 2 kN/m ആണ്. 2 kN/m ആണ് UDL ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഷിയർ ഫോഴ്സ് അറ്റ് D എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഉള്ള അല്ലേ, ഇവിടെ ഓൾറെഡി 1 kN ഉണ്ട്. അപ്പോൾ 1 എന്തായാലും ഉണ്ടായിരിക്കും. പ്ലസ് എന്ത് ചെയ്യണം?
ഇവിടെ UDL 2 kN/m ആണ് ആക്ട് ചെയ്യുന്നത്. എത്ര സ്പാനിലാണ്, എത്ര ലെങ്ത്തിലാണ്? 2 മീറ്റർ ലെങ്ത്തിലാണ്. അപ്പോൾ നമുക്ക് 2 × 2 അല്ലേ, ആ ലോഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ചെയ്ത് 2 × 2 ചെയ്താൽ നമുക്ക് 4 കിട്ടും. 1 + 4 ആയിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് ഡിയിൽ വരുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറയുന്നത് നമുക്ക് 5 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് ഇ നോക്കാം. പോയിൻ്റ് ഇയിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഇ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഇ എന്ന് പറയുമ്പോൾ നമുക്കവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഈ കാണുന്ന 1 kN ലോഡും കൂടി അഡീഷണൽ വരും. സോ ഇവിടെ കിട്ടിയില്ല 5-നേക്കാളും എന്ത് ചെയ്യും, 5-ൻ്റെ കൂടെ ഒരു 1 kN ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, 6 kN ആയിരിക്കും ഷിയർ ഫോഴ്സ് അറ്റ് ഇയിലുണ്ടായിരിക്കുക. ഇനി അതേപോലെ ഷിയർ ഫോഴ്സ് അറ്റ് ബി, ലാസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ഫിക്സഡ് പോയിൻ്റ് ആണ്. അവിടെ എന്തായിരിക്കും, സെയിം തന്നെയാണ്. കാരണം ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഫോഴ്സുകളും ലോഡുകളും UDLക്കാണ് വരുന്നത്. സോ അവിടെ എന്തായിരിക്കും, അത് 6 തന്നെ ആയിരിക്കും. ശരിക്കും നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ലോഡുകളൊന്നും പിന്നെ വരുന്നില്ല. അപ്പോൾ അവിടെ സെയിം ഷിയർ ഫോഴ്സ് എന്തായിരിക്കും, 6 kN തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അല്ലേ, ഷിയർ ഫോഴ്സ് അറ്റ് എ കിട്ടി 1 kN കിട്ടി, ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടി സെയിം 1 kN കിട്ടി, ഷിയർ ഫോഴ്സ് അറ്റ് ഡി കിട്ടി 5 kN കിട്ടി, ഷിയർ ഫോഴ്സ് അറ്റ് ഇ കിട്ടി 6 kN, ഷിയർ ഫോഴ്സ് അറ്റ് ബി 6 kN കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റാസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, നമ്മളിത് വെച്ചിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ ആ ലൈൻസ് എല്ലാം താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും അല്ലേ. നമ്മുടെ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇ എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഡി എന്ന് പറയുന്ന UDL സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ സി എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള 1 kN ആക്ട് ചെയ്യുന്ന പോയിൻ്റ് ഒന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ കിട്ടിയ ഷിയർ ഫോഴ്സുകളെല്ലാം പോസിറ്റീവ് വാല്യൂസ്. അപ്പോൾ നമുക്ക് മേലോട്ട് ഒരു ബേസ് ലൈൻ വരച്ചതിന് പിന്നെ നമുക്ക് മേലോട്ടായിരിക്കും എന്തുണ്ട്, നമുക്ക് ബാക്കിയുള്ളത് വരയ്ക്കാണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു ലൈന് വരയ്ക്കാം. നമുക്ക് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാൽ നീറ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സ് അതുപോലെ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഓരോ പോയിൻറ്റിൻ്റെ പേര് ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കറസ്പോണ്ടിങ് ഷിയർ ഫോഴ്സുകൾ അതിലേക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ നമുക്കറിയാം 1 kN ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് സ്കെയിലിൽ 1 cm ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് സിയും 1 തന്നെയാണ്. അപ്പോൾ അതും സ്കെയിൽ ഉപയോഗിച്ച് സെയിം 1 മാർക്ക് ചെയ്യാം. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ഡി വരുന്നത് 5 kN ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡി എന്ന് പറഞ്ഞ ലൈനിൽ സ്കെയിൽ ഉപയോഗിച്ച് 5 cm ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഷിയർ ഫോഴ്സ് അറ്റ് ഇ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മേലേക്ക് വരും, സ്കെയിൽ ഉപയോഗിച്ച് 6 cm എന്നിട്ട് 6 മാർക്ക് ചെയ്യുക. ഷിയർ ഫോഴ്സ് അറ്റ് ബിയും 6 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് എല്ലാം കൂടി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എ എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ റെഡിൽ വരയ്ക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എയിലേക്ക് പോയി, അവിടെ നിന്ന് പിന്നെ സിയിലേക്ക് പോവാം അല്ലേ. ഇനി നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് സിന്ന് ഡിയിലേക്ക് പോകണം അല്ലേ. ഇവിടുന്ന് ഡിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് ഇവിടെ, ഇത് UDL ആണ് അല്ലേ. UDL. സോ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ അല്ല വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അല്ല വരയ്ക്കേണ്ടത്. എന്തായിരിക്കണം, UDL ആകുമ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് എൻഡ് പോയിൻറ്റിലേക്ക് എന്ത് ചെയ്യാം, ഒരു ലീനിയർ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കാം. ഓക്കെ, ശേഷം നമുക്ക് അടുത്ത പോയിൻ്റ് ഇയിലേക്ക് പോകണം. അപ്പോൾ ഇയിലേക്ക് പോകുമ്പോൾ ഇവിടെ UDL കഴിഞ്ഞു, പിന്നെ എന്ത് ചെയ്യണം, ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ നേരെ ഡീൻ്റെ ലൈനിലേക്ക് നേരെ വരയ്ക്കാം. പിന്നെ നമുക്കറിയാം അവിടുന്ന് ആ പോയിൻ്റിലാണ് എന്ത് ചെയ്യുന്നത്, 1 kN ഈ ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ മേലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. കാരണം എന്താണ്, ഇങ്ങനെ വരച്ചതിൻ്റെ അർത്ഥം ഈ ഡിയിൽ എന്ത് വന്നു, ഡി എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ ആ പോയിന്റിൽ പോയിന്റ് ലോഡ് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പോയിന്റ് ലോഡ് ഇല്ലല്ലോ, നമുക്കവിടെ UDL ആണ്. സിക്കും ഡിക്കും ഇടയിൽ വരുന്നത് UDL ആണ്. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല ലൈൻസ്. എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ വരച്ചാൽ നമുക്ക് മനസ്സിലാക്കും എന്താണ് ഈ ലൈൻ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, ഈ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ വരയ്ക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ശേഷം എന്ത് ചെയ്യുക, ലാസ്റ്റ് നമുക്ക് ഇയും ബിയും തമ്മിൽ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടുന്ന ഈ ഡയഗ്രാമാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഈ ക്വസ്റ്റ്യൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയുള്ളത്.
ഓക്കെ, ഇനി നമുക്കറിയാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റുകൾ ഓരോന്നായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മൾ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കണ്ടെത്തിയുള്ള ഷിയർ ഫോഴ്സുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒന്ന് എറേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ബെൻഡിങ് മൊമെൻറ്റുകൾ ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് നോക്കാൻ പോകുന്നു ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് എ ആണ് അല്ലേ. ഇപ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻസും ഇല്ലാണ്ട് പറയാൻ പറ്റും ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല അല്ലെ. ലോഡ് ഉണ്ടെങ്കിൽ തന്നെ ലോഡ് ഇൻറ്റു അല്ലെ 1 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ് 0 ആണ്. അപ്പോൾ നമുക്ക് ഫൈനലി ആ പോയിന്റിൽ എന്തായിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് 0 ആയി കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി നമുക്ക് പോയിൻ്റ് സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ചെയ്യണം. പോയിൻ്റ് സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോയിൻ്റ് സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് കാണാനായിട്ട് കണ്ടോ ഇവിടെ ഇക്വേഷൻ ഉണ്ടാക്കുക. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ഈക്വൽ ടു എന്തായിരിക്കണം, ഇതിനിടയ്ക്കുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഈ ഏരിയ ആയിരിക്കും എന്നുള്ള ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി കാണാൻ പറ്റും. ഇക്വേഷൻ എങ്ങനെ എഴുതാം, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ്, ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു മെത്തേഡ് പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ഈക്വൽ ടു എന്ത് കിട്ടും, ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ സി ആൻഡ് ഡി. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എന്ത് വരുന്നുണ്ട്, ഇവിടെ ഇത്രയും ഒരു റെക്റ്റാങ്കിൾ പോർഷനും ബാക്കി വരുന്നത് നമ്മുടെ അല്ലേ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമാണ് അല്ലേ. ബാക്കി വരുന്ന ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമാണ്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും കൂടി ഏരിയ എടുത്ത് സം ചെയ്ത് നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ ആണ് എന്ത് ചെയ്യുക, അതിൻ്റെ മുന്നേ ആയിട്ട് ഇവിടുത്തെ അളവുകളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക അല്ലേ. 2 മീറ്റർ ഉണ്ട്. അപ്പോൾ 2 മീറ്റർ സി ടു ഡി 2 മീറ്ററാണ്. പിന്നെ നമുക്കറിയാം ഈ ഒരു ഹൈറ്റ് എത്രയാണ് വരിക, അവിടെ നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഇത് 1 ആണ്. അതുപോലെ ഷിയർ ഫോഴ്സ് അറ്റ് ഡി കിട്ടിയിട്ടുണ്ടായിരുന്നത് 5 ആണ് അല്ലേ. ഇത് 5 ആണ്. അതിൻ്റെ അർത്ഥം ഇത്രയും വരുന്ന ഹൈറ്റ് നമ്മൾ 5 ആയിട്ട് എടുക്കണം അല്ലേ. നമ്മൾ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ അല്ലേ നമുക്ക് ഇത് 1 ആണ്, ഈ ഹൈറ്റ് 1 ആണ്. അതിൻ്റെ അർത്ഥം ഇതും ഇവിടെയും 1 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് എന്ത് ചെയ്യുക, 1 ഇൻറ്റു 2 ചെയ്യുക. ഈ ട്രയാങ്കിളിൻ്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയനെ കാണാം ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് 2 തന്നെയാണ്. എച്ച് എത്ര ആയിരിക്കും, 5 അല്ല. അവിടെ എന്ത് ചെയ്യണം, ഈ 1 അവിടെ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 5 പകരം 5 1 മൈനസ് ചെയ്താൽ 4 കിട്ടും. അപ്പോൾ രണ്ടും കൂടി സമയത്ത് നമുക്ക് ടോട്ടൽ ആ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ആ ഒരു സിക്കും ഡിക്കും ഇടയിലുള്ള ഏരിയ കിട്ടും. അതായത് നമുക്ക് ചെയ്താൽ കിട്ടുക ഇങ്ങനെ കിട്ടുക 2 ഇൻറ്റു 1 പ്ലസ് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 4. 2 ക്യാൻസലാവും. 2 ഇൻറ്റു 1 2 പ്ലസ് 4 4ഉം 2ഉം 6. ഓക്കെ, അപ്പോൾ 6 ആയിരിക്കും നമുക്ക് ആ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ടോട്ടൽ ആ സിക്കും ഡിക്കും ഇടയിലുള്ള ഏരിയ കിട്ടുക. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഏരിയ നമുക്ക് 6 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 6 എഴുതി വെക്കാം. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് നമ്മൾ പറഞ്ഞ ഒരു ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. അതായത് അത് നമ്മൾ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻ്റാണ് കിട്ടുക അല്ലേ. അതായത് നമുക്ക് അതിൻ്റെ മുന്നേ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കാണാനുണ്ടായിരുന്നു. നമ്മൾ സി കണ്ടില്ല. അപ്പോൾ സി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഏരിയ നമ്മൾ കാണണം. ശരിക്കും ഇക്വേഷൻ എങ്ങനെ വരിക, നമ്മൾ എഴുതി മാറിപ്പോയി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി അല്ലേ. എയും സിയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കിട്ടും. ഈക്വൽ ടു എന്താണ്, ഈ കാണുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര ആയിരിക്കും വരിക, 1 ഇൻറ്റു നമുക്കറിയാം ഇതും 1 ആണ് മീറ്റർ അല്ലേ. എക്കും സിക്കും ഇടയിൽ സ്പാൻ വരുന്നത് 1 മീറ്റർ തന്നെയാണ്. സോ 1 ഇൻറ്റു 1 ആണ് വരിക. ഓക്കെ, 1 ഇൻറ്റു 1 ആണ് വരിക. അപ്പോൾ നമുക്ക് 1 തന്നെ കിട്ടും. അപ്പോൾ ഏരിയ നമുക്ക് 1 കിട്ടും. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ദെയർഫോർ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു എന്താ വരിക, നമുക്ക് ഓൾറെഡി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ന് പറയുന്നത് 0 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 0 തന്നെയാണ്. അപ്പം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു -1 കിട്ടും. എങ്ങനെയാണ് മൈനസ് വന്നത്, മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു 1 കിട്ടും. അതിൻ്റെ അർത്ഥം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ ഈ മൈനസ് അപ്പുറത്തേക്ക് പോയാൽ എന്താവും, +1 ഉള്ളത് -1 ആവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി -1 കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി എടുക്കണം. ഡി എടുക്കാൻ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ
ആ ഏരിയ 6 കിട്ടും. ഇതിൻ്റെ ടോട്ടൽ ഏരിയ 6 കിട്ടും. ഇനി എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? നമ്മൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് കൊണ്ട് നോക്കുക. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ -1 ആണ്. മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഈക്വൽ ടു 6 കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഈ -1 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ +1 ആവും. +1 ചെയ്താൽ 6ഉം 1ഉം 7 കിട്ടും. അപ്പോൾ 7 കിട്ടും. ഓക്കെ, അപ്പോൾ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഈക്വൽ ടു ആണ് നമുക്ക് 7 കിട്ടുക. അത് പ്ലസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ മൈനസ് കൊടുക്കുക. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് -7 കിട്ടും. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് -7 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ കാണണം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ജസ്റ്റ് റൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് നമ്മൾ ഇ ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്വയം ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യല്ലേ? എങ്ങനെ ഒരു ഇക്വേഷൻ? ഓക്കെ, ഇപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് നമുക്ക് ഇ കാണണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ ഡി ആൻഡ് ഇ. അതായത് ഇത്രയും വരുന്ന ആ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഏരിയ കണ്ടാൽ നമ്മൾ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ആണ്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഹൈറ്റ് വരുന്ന എത്രയായിരുന്നു? ഇവിടെ 5 ആണ്. ലെങ്ത്ത് 1 മീറ്ററാണ്. അപ്പോൾ നമുക്ക് 5 × 1 5 കിട്ടുക. സോ നമുക്ക് തൊട്ട് മുന്നേ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി എന്ന് പറയുന്നത് -7 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ -7 നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ -7 മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ ഈക്വൽ ടു എന്ത് കിട്ടും? 5 കിട്ടും. അതായത് എന്താണ്? -7 അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധാരണ ചെയ്യുന്ന പോലെ -7 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 5ഉം 7ഉം 12 കിട്ടും. ഓക്കെ, അപ്പോൾ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ ഈക്വൽ ടു 12 കിട്ടും. അത് പ്ലസ് ആക്കണം. എന്ത് ചെയ്യുക? അത് -12 ആയിരിക്കും നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് -12 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് കാണാനുള്ളത് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എടുക്കാൻ എന്ത് ചെയ്താൽ മതി? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ ഇ ആൻഡ് ബി. അതും ഒരു റെക്റ്റാങ്കിൾ ആണ്. നമുക്ക് ഏരിയ എടുക്കാനൊക്കെ എളുപ്പമാണ് അല്ലേ? അതായത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് 6 ആണ്, ഈ വിഡ്ത്ത് 1 ആണ്. അപ്പോൾ 6 × 1 നമുക്ക് 6 കിട്ടും. ഇത് തൊട്ട് മുന്നേ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ -12 കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ -12 മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു 6 കിട്ടും. ഈ -12 ഈക്വലിൻ്റെ അപ്പുറം പോകുമ്പം +12 ആവും. 6ഉം 12ഉം നമുക്ക് 18 കിട്ടും. ഓക്കെ, 6ഉം 12ഉം നമുക്ക് 18 കിട്ടും. അപ്പോൾ ഇവിടെ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു 18 കിട്ടും. അതിൻ്റെ അർത്ഥം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി പ്ലസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? -18 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എയിലും സിയിലും ഡിയിലും ഇയിലും ബിയിലും ഉള്ള ബെൻഡിങ് മൊമെൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ആ വാല്യൂസ് വെച്ച് നമുക്ക് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ 5 പോയിൻറ്റ്സ് ജസ്റ്റ് ഞാൻ അതേപോലെ ഈ ലൈൻസ് വരച്ച പോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രതി മാറ്റി വരയ്ക്കുകയാണ്. കാരണം നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയിൻറ്റ് ബി ഇവിടെ ആദ്യം പോയിൻറ്റ് ബിയിലെ ലൈൻ ജസ്റ്റ് നീട്ടി വരയ്ക്കുന്നു. ഇനി പോയിൻറ്റ് ഇയിലെ ലൈനാണ് വരയ്ക്കുന്നത്. ഇത് പോയിൻറ്റ് ഇയിലെ ലൈനാണ്. ഇനി പോയിൻറ്റ് ഡിയിലെ ലൈൻ വരയ്ക്കും. ഇത് പോയിൻറ്റ് ഡിയിലെ ലൈനാണ്. അടുത്ത് പോയിൻറ്റ് സിയിലെ ലൈൻ വരയ്ക്കും. അതേപോലെ പോയിൻറ്റ് എയിലെ ലൈനും. എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം എന്താണ്?
നെഗറ്റീവ് വാല്യൂസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡയഗ്രാം ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാൻ നമുക്ക് താഴോട്ടായിരിക്കും കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇവിടെ പേര് കൊടുക്കാം. ജസ്റ്റ് ഇത് ബി ആണ്, ഇത് എ ആണ്, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. നമുക്ക് ഓരോ പോയിന്റിൽ കിട്ടിയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റുകൾ നമുക്ക് ഇതിലേക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ 0 ആണ്, അപ്പോൾ നമുക്ക് സംശയമില്ല ആ പോയിൻ്റ് ഇവിടെ തന്നെയാണ് വരിക. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കിട്ടിയുള്ളത് -1 ആണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് 1 സെൻറ്റിമീറ്റർ താഴേക്ക് ഇറക്കി വരയ്ക്കുക, -1 എഴുതി. ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി കിട്ടിയിട്ടുണ്ടായിരിക്കുക -7 ആണ്, അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്ന ലൈനിൽ -7 സെൻറ്റിമീറ്റർ താഴേക്ക് നീട്ടി വരയ്ക്കുക, പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ കിട്ടിയിട്ടുണ്ടായിരിക്കുക -12 ആണ്, അപ്പോൾ നമ്മൾ ഇ എന്ന് പറയുന്ന ലൈനിൽ 12 സെൻറ്റിമീറ്റർ താഴേക്ക് നീട്ടി വരയ്ക്കുക. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി വരുന്നത് നമുക്ക് -18, അപ്പോൾ ഒരുപാട് താഴെ ആയിരിക്കും, -18 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യു ഡി എല്ലുള്ള ഭാഗം എന്ത് ചെയ്യണം, അവിടെ നമ്മൾ പാരാബോളിക് കർവാണ് വരയ്ക്കേണ്ടത്. സോ ഫസ്റ്റ് എക്കും സിക്കും ഇടയിൽ വരുന്നതാണ്, അവിടെ പോയിൻ്റ് ലോഡ് മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് ധൈര്യത്തിൽ വരയ്ക്കാൻ പറ്റുന്ന എന്താണ്, അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി, അല്ലെ, അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇനി സിക്കും ഡിക്കും ഇടയിൽ എന്താ വരുന്നത്, യു ഡി എല്ലാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല വരയ്ക്കേണ്ടത്, അവിടെ പാരാബോളിക് കർവാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൽ വരയ്ക്കേണ്ടത്. ഓക്കെ, ഒരു പാരാബോളിക് കർവ്, ചെറിയൊരു പാരാബോളിക് കർവ് എന്ന് പറയുമ്പോൾ ചെറിയൊരു കർവ് പോലെ വരച്ചാൽ മതി. ഓക്കെ, ഇനി ഡിക്കും ഇക്കും ഇടയിൽ വരുന്നത് നോക്കിയാൽ മനസ്സിലാവും, അവിടെയും പോയിൻ്റ് ലോഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാരാബോളിക് കർവ് വരയ്ക്കേണ്ട, ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ലീനിയർ ലൈൻ വരച്ചാൽ മതി. ലാസ്റ്റും എന്താണ്, ലാസ്റ്റും പോയിൻ്റ് ലോഡാണല്ലേ, ഇക്കും ബിക്കും ഇടയിലും വരുന്നത് എന്താണ്, അവിടെയും പോയിൻ്റ് ലോഡാണ്. സോ അവിടെ എന്ത് ചെയ്യേണ്ട, നമ്മൾ പാരാബോളിക് കർവ് വരയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് മീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടിയുള്ളതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ ഫിഗറൊക്കെ വരച്ച് ഓരോ സ്റ്റെപ്പുകളും ചെയ്തു പോവുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7ഓളം പ്രോബ്ലംസ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, 1-2 പ്രോബ്ലംസൊക്കെ നമ്മൾ ക്ലാസ് കണ്ടുപിടിക്കുക, പിന്നെ ഉള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഡൗട്ടുള്ളത് മാത്രം ക്ലാസ്സിനെ ആശ്രയിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്തതും ക്ലാസ്സിൽ പറഞ്ഞുള്ള കാര്യങ്ങളും രണ്ടും സെയിം തന്നെയാണ് കിട്ടിയുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. എവിടെയെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് വന്നതെന്നുള്ളത് വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനിയും ഒരുപാട് പ്രോബ്ലംസ് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യണം. കാരണം നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് കൂടുതലും ഇതേപോലത്തെ പ്രോബ്ലംസാണ് ചോദിക്കാറുള്ളത്. സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.